ദിവസമായിട്ട് ഇവിടുത്തെ ക്ലൈമറ്റ് സമ്മറാണോ സ്പ്രിംഗ് ആണോ വിന്റർ ആണോ എന്നറിയാത്തൊരവസ്ഥയാണ് കേട്ടാ. ഏതാണ്ട് പീരിയഡ്സ് എടുത്ത പെൺകുട്ടികളുടെ പോലെ ഒടുക്കത്തെ മൂഡ് സ്വിങ്സ് ആണ്. ഇന്നലെ കുറച്ച് എക്സ്ട്രാ സമയം എനിക്ക് ജോലി സ്ഥലത്ത് നിൽക്കണമായിരുന്നു. അപ്പം അത് കഴിഞ്ഞ് വീടെത്തിയപ്പോൾ ഏകദേശം രാത്രി ഒരു 9 മണിയൊക്കെ ആയി. ഫ്രഷ് ആവലും ഫുഡ് ഉണ്ടാക്കലും കഴിക്കലും വീഡിയോ എഡിറ്റാക്കലും ഒക്കെ കൂടി കഴിഞ്ഞ് കിടന്നപ്പോൾ രാത്രി ഒരു 1-2 മണിയായിട്ടാ. ഇന്നൊരു ഞായറാഴ്ചയാണ്, പുറത്ത് കുറച്ച് വെയിൽ കാണാനുണ്ട്. അപ്പോൾ വെയിൽ പോണേക്കാട്ടും മുന്നേ ചെയ്ത് തീർക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ടെങ്കിൽ അപ്പം അതൊക്കെ കൂടി ഉൾപ്പെടുത്തിയ ഒരു കുഞ്ഞേ വീഡിയോ ആണിത്. ഇതിൻ്റെ ഒരു വെരി ബോറിംഗ് ബട്ട് പ്രൊഡക്റ്റീവ് ഡേ അറ്റ് ഹോം. ഇഷ്ടമാവാന്ന് വെച്ചാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒപ്പം കൂടാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കല്ലേട്ടാ. ആദ്യം ചെയ്യേണ്ട കാര്യം വെയിൽ പോണേക്കാട്ട് മുന്നേ മാക്സിമം ആ വെയിൽ കൊള്ളുക എന്നുള്ളതാണ് കേട്ടാ. ഇവിടെ വന്നിട്ടാണ് ഈ വൈറ്റമിൻസിനൊക്കെ നമ്മളെ മെന്റൽ സ്റ്റെബിലിറ്റിയിൽ എന്തോരം ഒരു എഫക്റ്റ് ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളത് മനസ്സിലായത്. അതിലൊരു മെയിൻ റോള് വൈറ്റമിൻ ഡിക്ക് ഉണ്ട്. പിന്നെ കുറച്ച് പൂക്കളും കിളികളും അങ്ങനെയൊക്കെ. നിങ്ങൾക്ക് കുറച്ച് കിളികളുടെ പാട്ട് കേൾപ്പിച്ചു തരാട്ടാ ഞാൻ. ഇന്നത്തെ രണ്ടാമത്തെ ടാസ്ക് എന്ന് പറയുന്നത് കുറച്ച് എക്സ്ട്രാ ലോണ്ടറിയാണ്. ഈ ബാത്റൂമിന്റെ കർട്ടൻ ഒന്ന് ക്ലോറിനൊക്കെ ഇട്ടിട്ട് വൃത്തിയാക്കി കഴുകിയെടുക്കണം. ഞാൻ ഇങ്ങോട്ട് വീട് മാറിയപ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന ചുരുക്കം ചില ഫേർണിച്ചേഴ്സിൽ ഒന്നായിരുന്നു കേട്ടോ അതാ ഈ കർട്ടൻ. ഇന്നിപ്പോ നമുക്കൊന്ന് ഡീപ് ക്ലീൻ ചെയ്തെടുക്കേണ്ട ദിവസമാണ്. എന്റെ ഈ വീട്ടില് വാഷിംഗ് മെഷീൻ ഇല്ല. ഇക്കുള്ള വാഷിംഗ് മെഷീനും അലക്കുകല്ലും സ്വിമ്മിംഗ് പൂളും ഒക്കെ ഈ ബാത്ടബാണ് കേട്ടാ. അതവിടെ ഇരുന്നിട്ട് ഒന്ന് കുതിരണ നേരം കൊണ്ടിട്ട് ഇന്നലെ ഞാൻ ഈ കുസറാമ്പി പണി കാണിച്ച് അലങ്കോലാക്കിയിട്ടുള്ള ടേബിളൊക്കെ ഒന്ന് വൃത്തിയാക്കി വെച്ചുട്ടാ. ഇപ്പം ഞാൻ ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത് അടുത്ത ആഴ്ചത്തേക്കുള്ള പദ്ധതികളും പ്ലോട്ടിങ്ങും ബഡ്ജറ്റ് പ്ലാനിങ്ങും മൂഡ് ട്രാക്കിങ്ങും ജേർണലിങ്ങും ഒക്കെയാണേ. ഇത്രയേറെ അവിടെ നിന്ന് കുതിർന്നിരുന്ന തുണി ഒന്ന് ക്ലോറിനൊക്കെ മുക്കി നല്ലോണം വൃത്തിയാക്കി ബ്ലീച്ച് ചെയ്തെടുക്കണം. അതിനിതാ നമ്മൾ ഈ ഗ്ലൗസ് ഇട്ട് പണി വെക്കണം കേട്ടാ. ക്ലോറിൻ ഡയറക്റ്റ് കൈ കൊണ്ട് ഹാൻഡിൽ ചെയ്യാൻ പാടില്ല. തുണിയുടെ കൂടെ നമ്മുടെ കൈയും കൂടിയിട്ട് ബ്ലീച്ച് ചെയ്ത് കിട്ടും. കംഫർട്ട് ഫുഡ് കഞ്ഞിയാണ്. ഇന്നിൻ്റെ ലഞ്ചും അത് തന്നെയാണ് കേട്ടാ. കഞ്ഞിയും പയറും അച്ചാറും കുറച്ച് തൈരും. ഇനി കുറച്ച് കുസറാമ്പി പണികളാണ്. നേരത്തെ ഗാർഡനിൽ പോയപ്പോൾ കണ്ട പൂക്കള് കുറച്ച് ഞാൻ പൊട്ടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടാ. അതൊക്കെ ഒന്ന് പ്രസ് ചെയ്ത് വെക്കണം. പൂക്കൾ പൊട്ടിക്കാൻ ഇഷ്ടമല്ലാത്ത കുറെ ആൾക്കാര് ഇവിടെ ഉണ്ടാവും. പക്ഷെ അവരോടൊക്കെ ഈ അവസരത്തിൽ ഞാൻ മാപ്പ് ചോദിക്കണു. എന്താ വെച്ചാല് ഇതവിടെ നിന്നാലും നാളെയോ മറ്റന്നാളൊക്കെ ആയിട്ട് അപ്പുറത്തെ വീട്ടിലെ അപ്പൂപ്പൻ ഒക്കെ മോ ചെയ്ത് കളയും. അപ്പൊ അതിന് മുന്നേ ഞാൻ മാക്സിമം സേവ് ചെയ്ത് വെക്കാണ് കേട്ടാ. നമ്മുടെ ആ പൂക്കൾ തന്നെ കുറച്ച് വരയ്ക്കുകയും ചെയ്യാച്ചു. വീട്
അടിച്ചുവാരലും തുടക്കലൊക്കെയാണ് ഇന്നത്തെ 4ാമത്തെ ടാസ്ക് കേട്ടാ. മേലടങ്ങി പണിയെടുത്തിട്ട് 5 മിനിറ്റ് കഴിഞ്ഞ മഷൽ വന്നോന്ന് നോക്കണ സ്വഭാവം ഒക്കെ ഉണ്ട്. നോക്കിയപ്പോൾ എന്തോ മഷൽ പോലത്തെ ഒരു സാധനം കണ്ടെന്നെ സന്തോഷമാണ് ഈ കാണുന്നത്. ഞായറാഴ്ചത്തെ RCBയുടെ മാച്ച് കണ്ട ഫാൻസിന്റെ ഒക്കെ ഏകദേശം ഒരു അവസ്ഥയാണ് ഈ കാണുന്നത്. അപ്പൊ ആ ജയത്തോടെ RCB ടേബിൾ ടോപ്പുമായി, ഞാൻ ഉറങ്ങാനുമായിട്ടാ.